നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കൊപ്പത്ത് സ്വകാര്യ ബസ് ബൈക്കിലിടിച്ച അപകടം. 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയടക്കം ബൈക്ക് യാത്രക്കാരായ 3 പേർക്കും പരിക്കേറ്റു. ബസിന്റെ അമിത വേഗതയ്ക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കൊപ്പം പോലീസ് സ്റ്റേഷൻ സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. പട്ടാമ്പി ഭാഗത്തു നിന്നും പെരിന്തമണ്ണ ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു കൊപ്പം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോകുകയായിരുന്ന ബൈക്ക് യാത്രക്കാരെ ഇടിച്ചത്. സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയും അവരുടെ മാതാപിതാക്കളുമാണ് ബൈക്കിലുണ്ടായിരുന്നത്. പരിക്കുപറ്റിയ 3 പേരെയും കൊപ്പത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് അറിയുന്നത്. അപകടത്തെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. സ്വകാര്യ ബസിന്റെ അമിത വേഗതയാണ് അപകടത്തിന് ഇടയാക്കിയെന്നാണ് ആക്ഷേപം. ഇത് ഏറെ നേരം വാക്കേറ്റത്തിന് ഇടവരുത്തി. തുടർന്ന് കൊപ്പം പോലീസും സ്ഥലത്തെത്തി. ഏറെ നേരം പാതയിൽ ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു. കൊപ്പം പോലീസ് സ്റ്റേഷന് സ്വന്തമായ കെട്ടിടം യാഥാർത്ഥ്യമാകുന്നു. 3 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് കൊപ്പം പോലീസ് സ്റ്റേഷന് വേണ്ടി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കൊപ്പം വളാഞ്ചേരി പാതയിലെ പുലാശ്ശേരി LP സ്കൂളിന് സമീപത്താണ് പുതിയ കെട്ടിടം ഉയരുക. 3 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം. പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം വീഡിയോ കോൺഫറൻസ് വഴി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വിവിധ ആവശ്യങ്ങൾക്കായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവർക്കും ഉദ്യോഗസ്ഥർക്കും ഉപയോഗപ്രദമാകുന്ന സൗകര്യങ്ങൾ ഉപയോഗപ്രദമാകുന്ന തരത്തിൽ ഉൾപ്പെടുത്തി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് പുതുതായി നിർമ്മിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും. പോലീസ് സ്റ്റേഷനുകളിൽ നിർമ്മിക്കുന്ന എല്ലാ കെട്ടിടങ്ങളും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളോടുകൂടിയാണ്. അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയിലും അടിസ്ഥാന സൗകര്യങ്ങളിലും മികവേറിയ പോലീസ് സ്റ്റേഷനുകളിൽ ഇന്ന് പുലാശ്ശേരി പാരഡൈസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു ചടങ്ങ് ഒരുക്കിയത്. ചടങ്ങിൽ മുഹമ്മദ് മോഹസിൻ MLA അധ്യക്ഷനായിരുന്നു. പ്രധാനപ്പെട്ട മലപ്പുറം ജില്ലയെയും തൃശ്ശൂർ ജില്ലയെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലക്ക് ഇതുവഴി മയക്കുമരുന്ന് അടക്കമുള്ള മറ്റ് പലതും കടത്തിക്കൊണ്ടു പോകുന്നത് പിടിക്കാനും അതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനും ഒക്കെ ഈ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമായതോടുകൂടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പട്ടാമ്പി ഫയർ സ്റ്റേഷനും വിനേട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങള് പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമായപ്പോൾ ഫയർ സ്റ്റേഷൻ യാഥാർത്ഥ്യമാകാൻ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങളോട് നൽകിയ വാക്കാണ്, അത് പാലിക്കണം എന്ന് കരുതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുൻപിൽ പോയി. ഞങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു എന്തായിരുന്നാലും അത് നടക്കും. അത്ര കൂടുതലൊന്നും സംസാരിക്കില്ല, കാര്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നടക്കും എന്ന് പറഞ്ഞ് ഇനി എപ്പോഴാണ് നടക്കുക എന്നുള്ള ഒരു വല്ലാത്തൊരു ആശങ്കയിലായിരുന്നു ഞങ്ങൾ. അതിങ്ങനെ മുന്നോട്ട് പോയി. ഏതാണ്ട് ആ തെരഞ്ഞെടുപ്പിന്റെ വേള ആവാറായി. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രത്യേകത അതാണ്, വാക്ക് പറഞ്ഞാൽ അത് പാലിക്കും എന്നതാണ്. ഷൊർണൂർ DYSP R മനോജ് കുമാർ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ A സാബിറ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, വിളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ, തിരുവേപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK അസീസ്, കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V രമണി, പട്ടാമ്പി തഹസിൽദാർ TP കിഷോർ, കൊപ്പം SI P ശിവശങ്കരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടി എടത്തോൾ, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന 50 സെന്റ് സ്ഥലം ആഭ്യന്തര വകുപ്പിന് കൈമാറിയാണ് ഇവിടെ പോലീസ് സ്റ്റേഷന് വേണ്ടി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 2017 പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വിഭജിച്ച് കൊപ്പത്ത് പോലീസ് സ്റ്റേഷൻ ആരംഭിക്കാൻ സംസ്ഥാന ബജറ്റിൽ തീരുമാനമായത്. 2018 കൊപ്പത്തെ പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാവുകയും ചെയ്തു. വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തനം. കൊപ്പം, വിളയൂർ, തിരുവേഗപ്പുറ, കുൽക്കന്നൂർ പഞ്ചായത്തുകളാണ് കൊപ്പം പോലീസ് സ്റ്റേഷന്റെ പരിധി.
കെട്ടിട നിർമ്മാണം വേഗത്തിലാക്കി തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യം. കവക്കോട് MALP സ്കൂളിൽ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ലൈബ്രറിയിലേക്ക് 1000 പുസ്തകങ്ങൾ ശേഖരിക്കുന്ന പദ്ധതി ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. MTA വൈസ് പ്രസിഡന്റ് അനാർ സുഷിത അധ്യക്ഷത വഹിച്ചു. ഫിറോസ് അബ്ദുൾ ലത്തീഫ് നൽകിയ 50 പുസ്തകങ്ങൾ സ്വീകരിച്ചാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. കുട്ടികളുടെ പിറന്നാളിന് ലൈബ്രറിക്ക് ഒരു പുസ്തകം എന്ന പരിപാടി വിജയകരമായി നടക്കുന്നുണ്ട്. പ്രധാനാധ്യാപകൻ ബാബു നാസർ, K നീനു പോൾ, M ഷബീറ, KT അബ്ദുൾ അസീസ്, K ഇജാസ് എന്നിവർ പങ്കെടുത്തു. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി SDPI നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം പഞ്ചായത്ത് തലങ്ങളിൽ പതാക ഉയർത്തലും മധുര വിതരണവും സേവന പ്രവർത്തനങ്ങളും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 15 വൈകിട്ട് 4:30 ആലൂർ സെന്ററിൽ ആസാദി സ്ക്വയർ പരിപാടി സംഘടിപ്പിക്കും. പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ മണ്ഡലം നേതാക്കളും വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും പരിപാടിയുടെ ഭാഗമാകും. പാർട്ടിയുടെ നേതൃത്വത്തിൽ എല്ലാ സ്വാതന്ത്ര്യദിനത്തിനും നടത്തിവരുന്ന ആസാദി സ്ക്വയർ സംസ്ഥാനത്ത് 300-ലധികം കേന്ദ്രങ്ങളിൽ വിവിധ പരിപാടികളോടെ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് നാസർ തൃത്താല, സെക്രട്ടറി താഹിർ കൂനമുച്ചി, ഓർഗനൈസിംഗ് സെക്രട്ടറി VV ഉമ്മർ, ജോയിന്റ് സെക്രട്ടറി മൻസൂർ കപൂർ, മുസ്തഫ ആലൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അത് ആദിവാസികളുണ്ട്, ദളിതുകളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ക്രൈസ്തവരുണ്ട്. ഇവരുടെയൊക്കെ ജീവിത നിലവാരം ഉയർത്തുന്ന രീതിയിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി അടിസ്ഥാന വിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനപ്പുറത്ത് ഫാസിസത്തിന് രാജ്യത്തിന്റെ ഭരണഘടനയിലേക്ക് അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിലേക്ക് കടന്നു വരുന്നതിനുള്ള സൗകര്യങ്ങളാണ് ഇവിടുത്തെ മുൻകാല ഗവൺമെന്റുകൾ ചെയ്തു വെച്ചത്. അതിന്റെ പരിണിത ഫലമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരിതവും. രാജ്യത്ത് ഇന്ന് വികസനം എന്ന് പറയുന്നത് ഇല്ല. രാജ്യത്തിന്റെ പുരോഗതിയെക്കുറിച്ച് ഇന്ന് ഭരണ സംവിധാന കേന്ദ്രങ്ങളിൽ ചർച്ചകൾ നടക്കുന്നില്ല. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് മതങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ നടത്തിവരുന്ന ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിന ആഘോഷ പരിപാടിയുടെ ഭാഗമായി ആസാദി സ്ക്വയർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മളെല്ലാ വർഷവും നടത്തിവരുന്നതിൻ്റെ ആ രീതിയിൽ ഇപ്രാവശ്യവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി കേരളത്തിലെ 300 ഇടങ്ങളിലായിട്ട് ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃത്താല നിയോജക മണ്ഡലത്തിൻ്റെ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് തൃത്താല നിയോജക മണ്ഡലത്തിലെ പട്ടിത്തറ പഞ്ചായത്തിലെ ആലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് പട്ടാമ്പി ഷൊർണൂർ പാതയിലെ വാടാനാംകുറിശി റെയിൽവേ ട്രാക്കിലേക്ക് കാട്ടുപന്നി ഓടിക്കയറിയത് പരിഭ്രാന്തി പരത്തി. റെയിൽവേ ഗേറ്റ് അടച്ച സമയത്തായിരുന്നു സംഭവം. പട്ടാമ്പി ഷൊർണൂർ പാതയിലെ വാടാനാംകുറിശി റെയിൽവേ ഗേറ്റ് അടച്ച സമയത്ത് കാട്ടുപന്നി ട്രാക്കിൽ അകപ്പെട്ടത് പരിഭ്രാന്തി പരത്തി. ഗേറ്റ് അടച്ച സമയത്താണ് സംഭവം. നിരവധി വാഹനങ്ങളും യാത്രക്കാരും ഇരുഭാഗങ്ങളിലും നിൽക്കവെയാണ് പരിഭ്രാന്തി സൃഷ്ടിച്ച് കാട്ടുപന്നി ട്രാക്കിലേക്ക് ഓടിക്കയറിയത്. പന്നി കാൽനടയായി പോകുന്ന ആളുകൾക്ക് നേരെ തിരിഞ്ഞെങ്കിലും ബഹളം വെച്ചപ്പോൾ ഓടി മറുകയായിരുന്നു. ഈ പ്രദേശങ്ങളിൽ രാപ്പകൽ ഭേദമില്ലാതെ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. ഒറ്റയ്ക്കും കൂട്ടമായി എത്തുന്ന കാട്ടുപന്നികൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനൊപ്പം യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തുന്നുമുണ്ട്. മലബാർ കലാപകാലം ആസ്പദമാക്കി കളരിക്കൽ ഫിലിംസിന്റെ ബാനറിൽ മനോജ് പണിക്കർ, സജിത് പണിക്കർ, ജിതേഷ് പണിക്കർ എന്നിവർ നിർമ്മിച്ച ശ്രീദേവ് കപൂർ സംവിധാനം ചെയ്ത ജഗള സിനിമയുടെ 25ാം ദിവസം ആഘോഷിച്ചു. അണിയറ പ്രവർത്തകരെ ആദരിക്കലും കൂറ്റനാട് സപ്തതരംഗ് സിനിമാസിൽ നടന്നു. സിനിമയിലെ അഭിനേതാക്കളായ മുരളീറാം, പാർത്ഥസാരഥി, വിജയൻ ചാത്തന്നൂർ, ലത്തീഫ് കുറ്റിപ്പുറം, വാരിജാക്ഷൻ തിരുവണ്ണൂർ, പട്ടാമ്പി ചന്ദ്രൻ, രമാദേവി കോഴിക്കോട്, രാധാലക്ഷ്മി, ശശി കുളപ്പള്ളി എന്നിവരും ടെക്നീഷ്യന്മാരായ ക്യാമറാമാൻ സുമേഷ് സുരേന്ദ്രൻ, മ്യൂസിക് ഡയറക്ടർ മിഥുൻ മലയാളം എന്നിവരും പങ്കെടുത്തു. ഇന്ന് രണ്ടാം പാതി 3-ാം വട്ടവും ഞാൻ ഈ സിനിമ കണ്ടു. അത്യപൂർവമായിട്ടാണ് ഒരു സിനിമ 2 പ്രാവശ്യം കാണാറുള്ളത്. എൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഈ സിനിമയുടെ ഭാഗമായതുകൊണ്ട് മാത്രമല്ല എനിക്ക് ഈ സിനിമ മുഷിയാതിരുന്നത്. കാരണം അതിനകത്ത് സത്യത്തിലോ സൗന്ദര്യത്തിലോ ഒരു കോംപ്രമൈസും ഇല്ലാത്ത വിധത്തിൽ ആ സിനിമ ചിത്രീകരിക്കുന്നത് 100 വർഷം മുമ്പുള്ള ഒരു കാലഘട്ടത്തെ ചിത്രീകരിക്കുക, ആ ചിത്രീകരണത്തിൽ പുലർത്തിയ സൂക്ഷ്മത, ആ കാലത്തെ ഭൂപ്രകൃതി, ആ കാലത്തെ ജനപ്രകൃതി, ഭാഷ, സർവോപരി ആ കാലത്തെ ഏറ്റവും കരാളമായ ജീവിതാനുഭവമായ വിഷയം. ചരിത്ര പ്രാധാന്യമുള്ള വളരെ മനോഹരമായ ഒരു സിനിമ എടുത്ത കളരിക്കൽ ഫിലിംസിൻ്റെ പ്രൊഡ്യൂസേഴ്സിന് ആദ്യമായി നന്ദി പറയട്ടെ. കാരണം
ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളൊക്കെ കൊമേഴ്ഷ്യലായിട്ട് വിജയിക്കുക എന്നൊരു ലക്ഷ്യത്തോട് കൂടി മാത്രം ഇറങ്ങുന്ന സിനിമ. ആ സിനിമകൾ പോലും ഒരാഴ്ച തിയേറ്റർ കവർ ചെയ്യുന്നില്ല. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ കൊച്ചു സിനിമ, വളരെ മനോഹരമായ ഈ കൊച്ചു സിനിമ, ചരിത്ര പ്രാധാന്യമുള്ള സിനിമ. ശരിക്കും ഇത് കുട്ടികളും വരും തലമുറയും പഠിക്കേണ്ടത്. ഇപ്പം ഏത് മക്കൾക്കാണ് മലബാർ ലഹള എന്ന് പറഞ്ഞാൽ അറിയുന്നത്? ഏത് കുട്ടികൾക്ക് അറിയുന്നത്? അവരെയൊക്കെ തിയേറ്ററിൽ കൊണ്ടുവന്ന് ഇതെന്താണ് വിശപ്പിൻ്റെ വില അറിയുന്ന സിനിമ. വിശപ്പ് എന്താണെന്ന് ഇപ്പോഴത്തെ തലമുറകൾക്ക് അറിയില്ല. എത്ര ഭക്ഷണം വേസ്റ്റാക്കുന്ന മക്കൾ, പുതിയ തലമുറ, അവരുടെ ഇടയിൽ അവർക്ക് വേണ്ടി ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് വേണ്ടി ചെയ്ത ഈ ഒരു നല്ല സിനിമയ്ക്ക് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനും ഭംഗിയായി ചിത്രീകരിച്ച കാർഷിക വികസന കർഷക ക്ഷേമ ബോർഡിന്റെ സംസ്ഥാന പുരസ്കാര നിറവിൽ വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത്. മികച്ച കൃഷി ഓഫീസർക്കുള്ള പുരസ്കാരം വല്ലപ്പുഴ കൃഷി ഓഫീസർ UV ദീപയ്ക്ക് ലഭിച്ചു. മികച്ച കൃഷിക്കൂട്ടത്തിനുള്ള അവാർഡ് വല്ലപ്പുഴ കാർഷിക കർമ്മസേന കൃഷിക്കൂട്ടവും കരസ്ഥമാക്കി. സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ ബോർഡിന്റെ സംസ്ഥാന അവാർഡുകളിൽ ഇത്തവണ വല്ലപ്പുഴയ്ക്ക് ഇരട്ടി മധുരമാണ് ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ മികച്ച കൃഷി ഓഫീസർക്കുള്ള പുരസ്കാരം വല്ലപ്പുഴ കൃഷി ഓഫീസർ UV ദീപയ്ക്ക് ലഭിച്ചു. മികച്ച കൃഷിക്കൂട്ടത്തിനുള്ള പുരസ്കാരം വല്ലപ്പുഴ കാർഷിക കർമ്മസേനയ്ക്കും ലഭിച്ചു. 50,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്നതാണ് കാർഷിക കർമ്മസേനയ്ക്ക് ലഭിക്കുന്ന സമ്മാന തുക. പഞ്ചായത്തിലെ കാർഷിക സേവന മേഖലയിൽ കാർഷിക കർമ്മസേന നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ ശ്രദ്ധേയമായ കാർഷിക മുന്നേറ്റമാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നടപ്പാക്കി വരുന്നത്. തരിശുഭൂമി ഉപയോഗപ്രദമാക്കൽ, കാർഷിക മേഖലയിലെ നൂതന പദ്ധതികൾ, വൈവിധ്യങ്ങളായ കൃഷി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടപ്പാക്കിയത്. നെൽപ്പാടങ്ങളിൽ 4 വിള കൃഷി സമ്പ്രദായത്തിനും തുടക്കമിട്ടു. പയർ ഗ്രാമം പദ്ധതി, ജൈവ കൃഷി വ്യാപനം, സുഭിക്ഷ കേരളം, തരിശുരഹിത വല്ലപ്പുഴ, സുരക്ഷിത തീന്മേശകൾ തുടങ്ങിയ ഒട്ടനവധി പദ്ധതികളും പഞ്ചായത്തിൽ ആവിഷ്കരിച്ചു. അവാർഡ് ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്നും എല്ലാവരുടെയും പിന്തുണയാണ് അംഗീകാരത്തിന് പിന്നിലെന്നും കൃഷി ഓഫീസർ UV ദീപ പ്രതികരിച്ചു. നമുക്ക് ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ, കൃഷി ഓഫീസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. അതിന് കർഷകരുടെ സഹായം വേണം. അതേപോലെ തന്നെ കാർഷിക വികസന സമിതിയിലെ എല്ലാ അംഗങ്ങളും വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരും സർവോപരി ഭരണസമിതിയുടെ സപ്പോർട്ട്, ഇതെല്ലാം എനിക്ക് ഒരുമിച്ച് കിട്ടിയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനൊരു അംഗീകാരം ലഭിക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ ഞങ്ങളുടെ മേലുദ്യോഗസ്ഥർ, അതുപോലെ എൻ്റെ സഹപ്രവർത്തകർ, ഇതിനു മുന്നും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ, ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ, പിന്നെ നിങ്ങൾക്കറിയാം എൻ്റെ ഒപ്പം ഇവരെല്ലാവരും കർമ്മസേന, ആഴ്ചച്ചന്ത, ഇവിടെ കൃഷിഭവനമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുന്ന എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അത് എൻ്റെ ഒരു അവാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇവിടെ ഒരുമിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് എല്ലാവർക്കും, ആലപ്പുഴയിലുള്ള എല്ലാ കർഷകർക്കും, ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. തൃശൂർ സ്വദേശിനിയായ UV ദീപ കഴിഞ്ഞ 6 വർഷമായി വല്ലപ്പുഴയിൽ കൃഷി ഓഫീസറായി പ്രവർത്തിച്ചു വരികയാണ്. പഞ്ചായത്തിലെ കാർഷിക മേഖലയിൽ നടപ്പാക്കുന്ന സേവന പ്രവർത്തനങ്ങൾക്കാണ് കാർഷിക കർമ്മസേനയ്ക്ക് പുരസ്കാരം ലഭിച്ചത്. തരിശുഭൂമികളിൽ നെൽകൃഷിയും തണ്ണിമത്തൻ കൃഷി ഉൾപ്പെടെയുള്ള കൃഷികൾ നടപ്പാക്കാൻ കാർഷിക കർമ്മസേന മുന്നിലുണ്ടായിരുന്നു. കർഷകർക്ക് ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും കാർഷിക കർമ്മസേനയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നുണ്ടെന്ന് കാർഷിക കർമ്മസേന പ്രസിഡന്റ് സുരേഷ് കുമാർ, സെക്രട്ടറി സുബ്രഹ്മണ്യൻ, സൂപ്പർവൈസർ അഭിരാം S. നാരായണൻ എന്നിവരും പറഞ്ഞു. 14 അംഗങ്ങളാണ് കാർഷിക കർമ്മസേനയിലുള്ളത്. കൂടുതൽ തരിശുരഹിത വല്ലപ്പുഴ പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ തന്നെ വല്ലപ്പുഴ പഞ്ചായത്തിലെ ഒരുവിധം തരിശ് എല്ലാം മാറ്റി കൃഷിയോഗ്യമാക്കി കർമ്മസേന ആദ്യം തന്നെ കർമ്മസേന കൃഷി ചെയ്ത് അത് തരിശ് മാറ്റിയിട്ട് പിന്നെ കൃഷിക്കാർ കൃഷി ചെയ്തെന്നു. ഇപ്പോൾ അങ്ങനെ തരിശുരഹിത വല്ലപ്പുഴ എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പോൾ തരിശ് ഇല്ലാത്ത രീതിയിലായി വല്ലപ്പുഴ. ഇപ്പോൾ എല്ലാ ഭാഗത്തും എല്ലാ കൃഷി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ തെയ്യ് ഷൊർണൂർ ബ്ലോക്കിലെ എല്ലാ കൃഷിഭവനിലും 10 കൃഷിഭവനിലും ഞങ്ങളുടെ കർമ്മസേനയുടെ തെയ്യ് തന്നെ നല്ല ക്വാളിറ്റി തൈകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ പച്ചക്കറി മൾച്ചിങ് അല്ലെങ്കിൽ ഡ്രിപ്പിംഗ്, അതുപോലെ തന്നെ തണ്ണിമത്തൻ കൃഷി വല്ലപ്പുഴ പഞ്ചായത്തിൽ ഈ അടുത്ത പഞ്ചായത്തുകളിലൊക്കെ വല്ലപ്പുഴ ബേസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഈ ഷൊർണൂർ ബേസ് ചെയ്തിട്ടുള്ള പഞ്ചായത്തുകളിൽ ഏറ്റവും ആദ്യം തണ്ണിമത്തൻ കൃഷി തുടങ്ങിയത് വല്ലപ്പുഴ പഞ്ചായത്തിലാണ്. വല്ലപ്പുഴ പഞ്ചായത്തിലെ കാർഷിക കർമ്മസേന കൃഷിക്കൂട്ടത്തിന് കേരള സംസ്ഥാന അവാർഡ് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ കൃഷി ഓഫീസർക്കും ഏറ്റവും നല്ല കൃഷി ഓഫീസറായി അവാർഡ്
ലഭിച്ചതിൽ വലിയ സന്തോഷമാണ് പഞ്ചായത്തിലേക്ക് എത്തിയിരിക്കുന്നതെന്നും കർഷകരെ ചേർത്ത് പിടിച്ചുള്ള പ്രവർത്തനമാണ് കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫും പ്രതികരിച്ചു. കേക്ക് മുറിച്ചും മധുരം നൽകിയുമെല്ലാമാണ് പുരസ്കാര വാർത്തയെ ജീവനക്കാർ ആഘോഷമാക്കി മാറ്റിയത്. ഇത്തവണ ഗ്രാമപഞ്ചായത്ത് എന്നുള്ള നിലക്ക് ഒരു വലിയ സന്തോഷമാണ് പഞ്ചായത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അത് ഒരു ഇരട്ടി മധുരം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വല്ലപ്പുഴ കൃഷിഭവനിൽ നമ്മുടെ ഈ ഭരണസമിതിക്കൊപ്പം കഴിഞ്ഞ 4.5 വർഷക്കാലം കൂടെ ഉണ്ടായിരുന്ന നിർവഹണ ഉദ്യോഗസ്ഥരിൽ പ്രധാനപ്പെട്ട ഒരാൾ, അതായത് ഉൽപ്പാദന മേഖലക്കകത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിൽ കൃഷി ഓഫീസർ വഹിച്ച പങ്ക് ചെറുതല്ല എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനം വ്യാപകമായി തന്നെ, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ വരെ വിലയിരുത്തുന്ന തരത്തിലേക്ക് കൃഷി ഓഫീസർ UV ദീപയുടെ അവാർഡിനെ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. കൃഷി ഓഫീസർ അത് കാർഷിക മേഖലക്കകത്ത് എല്ലാവർക്കും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപക്ഷെ ചെയ്യാൻ ആളുകളുണ്ടാവും ചില സ്ഥലങ്ങളിൽ, പക്ഷേ ഇത് ചെയ്യിക്കാനും നയിക്കാനും കൂടെ നിന്ന് അതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കൃഷി രീതികൾ, പല നൂതനമായ ആശയങ്ങൾ, അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള സാങ്കേതിക കാര്യങ്ങളെല്ലാം ഒത്തിണക്കി പോവുക എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയെ സംബന്ധിച്ചിടത്തോളം ചെറുതല്ലാത്ത എഫേർട്ട് എടുക്കേണ്ടതാണ്. ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റം നിയന്ത്രിക്കുക, അരി, വെളിച്ചെണ്ണ എന്നിവയുടെ വിലവർദ്ധനവ് നിയന്ത്രിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ തൃത്താല മണ്ഡലം സമ്മേളനം കൂറ്റനാട് നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹനീഫ കണ്ണൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജയകൃഷ്ണൻ ആനക്കര അധ്യക്ഷനായി. സംസ്ഥാന സെക്രട്ടറി സലാം കറവത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ സംസ്ഥാന, ജില്ലാ, മണ്ഡലം തല നേതാക്കൾക്ക് സ്വീകരണം നൽകി. മനു ആനക്കര, ഇബ്രാഹിം തൃത്താല, ലത്തീഫ് ആലിക്കര, റഷീദ് നാഗലശ്ശേരി, അഷ്റഫ്, റഹ്മത്ത്, ജാസ്മിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരു കണ്ണുമുട്ടിയും ഒരു പനിയും കൊടുത്ത് അടുക്കളയിൽ വിറക് കത്തിച്ച് കോഴി പിടിച്ച് ചോറ് വെച്ച് ജീവിക്കുന്ന എൻ്റെയും എൻ്റെ കുടുംബത്തെയും ഞാൻ പോറ്റുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടിലെ രാജാവ്. വേറെ ആരെങ്കിലും നമുക്ക് തരുന്നുണ്ടോ? അന്നം തരുന്നവർ ഈ ഭക്ഷണശാലയിൽ ചെന്ന് വീട്ടിലെ പ്രയാസങ്ങൾ മാറ്റിവെച്ച്, കുടുംബക്കാരുടെ ചർച്ചകളും അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ച് ഒരു ദിവസം 3 മണിക്ക് ചെന്ന് പിറ്റേന്ന് 6 മണിക്ക് വരുന്നവരെ അവിടുത്തെ സഹോദരിമാരും സഹോദരന്മാരും നമ്മളും ഹൃദയത്തോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ സംഘടനയുടെ പേരാണ് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ എന്ന ഒരു കാരണവശാലും ആരുടെ മുന്നിൽ മടിയറ വെക്കാൻ പറ്റുന്ന ഒരു സംഘടനയല്ല ഇത്. ഇതോടെ നിളയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.